ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ടോട്ടൽ നമ്മൾ ഇന്ന് 15 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നോക്കും. അതുകൂടാതെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടി ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. സോ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ ഫ്രണ്ട്സിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യം നമുക്ക് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നോക്കാം. 2022 ഇതുവരെ അത് ചോദിച്ചിട്ടുള്ളത്, പക്ഷെ പറയാൻ പറ്റില്ല. 2023 ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണമല്ലോ. ഓക്കെ, അപ്പം 2023 വിശിഷ്ടാംഗത്വം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അത് MR രാഘവ വാര്യർക്കും അതുപോലെ തന്നെ CL ജോസിനുമാണ്. ഓക്കെ, ആർക്കാണ്? MR രാഘവ വാര്യർ, CL ജോസ് എന്നിവർക്ക് വിശിഷ്ടാംഗത്വം ലഭിച്ചു. ഇനി മികച്ച നോവലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഹരിത സാവിത്രിയുടെ സിന്നാണ്. ഓക്കെ, ഇതൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ വരാം കേട്ടോ. ഈ കൃതി കർത്താവ് എന്ന രീതിയിൽ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മികച്ച നോവൽ സിന്നാണ് ഹരിദാസ് സാവിത്രിയുടേത്. ഇനി മികച്ച കവിതയാണെങ്കിൽ കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുക്കപ്പെട്ട കവിതകളാണ്. മികച്ച ചെറുകഥയായിട്ടുള്ളത് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, എൻ രാജന്റെ ചെറുകഥയാണ്. ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് അതാണ് ഈ മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ചെറുകഥയുടെ പുരസ്കാരത്തിന്റെ പേര് വലുതാണ്. അങ്ങനെ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വലിയ പേരുള്ള എന്താണ്? ചെറുകഥയാണ്. ഓക്കെ, ഇനി ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഗ്രേസിക്കാണ്. പെൺകുട്ടിയും കൂട്ടരും എന്ന് പറയുന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി നാടകമാണെങ്കിൽ എന്താണ്? ഫോർ ഈഡിപ്പസ്, ഗിരീഷ് PC പാലത്തിന്റെ ഫോർ ഈഡിപ്പസിനാണ് മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച യാത്രാ വിവരണമാണെങ്കിൽ അത് ആംചെ ബസ്തറാണ്. നന്ദിനി മേനോന്റെ ആംചെ ബസ്തറാണ് യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ജീവചരിത്രം ആത്മകഥാ മേഖലയിൽ ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന കെ വേണുവിന്റെ കൃതിക്കാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി വിവർത്തനമാണെങ്കിൽ അത് കഥാകഥികയാണ്. AM ശ്രീധരന്റെ കഥാകഥികയ്ക്കാണ് വിവർത്തനത്തിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സാഹിത്യ വിമർശനമാണെങ്കിൽ ഭൂപടം തലതിരിയുമ്പോൾ, P പവിത്രൻ്റെതാണ് ഭൂപടം തലതിരിയുമ്പോൾ എന്നത്. അതിനാണ് സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം കിട്ടിയതെങ്കിൽ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ളത് ഇന്ത്യയെ വീണ്ടെടുക്കലാണ്. ഓക്കെ, അത് തമ്മിൽ തിരിഞ്ഞു പോകാതെ നോക്കുക. സാഹിത്യ വിമർശനമാണെങ്കിൽ എന്താണ്? ഭൂപടം തലതിരിയുമ്പോൾ ആണ് P പവിത്രൻ്റെയാണ്. വൈജ്ഞാനിക സാഹിത്യം ഇന്ത്യയെ വീണ്ടെടുക്കുമ്പോൾ P രാജീവൻ്റെത്. ലേഖനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും എന്ന ഒരു ലേഖനത്തിനാണ്. KC നാരായണനാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വാരനാടൻ കഥകളാണ്. ആളുടെ പേരും ബുക്കും പഠിക്കാൻ സുഖമാണ്. സുനീഷ് വാരനാടാണ്. ഓക്കെ, ആ പേരിൽ തന്നെ ബുക്കിന്റെ പേരും കൂടിയിട്ട് വാരനാടൻ കഥകൾ സുനീഷ് വാരനാടിന്റെയാണ്. സമഗ്ര സമ്മാനക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് PK ഗോപി, ബക്കളം ദാമോദരൻ, M രാഘവൻ, KV കുമാരൻ, പ്രേമ ജയകുമാർ, രാജൻ തിരുവോത്ത് എന്നിവർക്കാണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. അടുത്ത എക്സാംസിലൊക്കെ ആയിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇപ്പോഴേ പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തത് നമ്മുടെ എക്സാംസിൽ ഒരു സ്ഥിര സാന്നിധ്യമാണ് ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്നത്. ഓക്കെ, കലാമേഖലയിൽ നിന്നും സാഹിത്യ മേഖലയിൽ നിന്നും അധികവും നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രീകുമാരൻ തമ്മിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2024-23 കാലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് മാത്രം നമുക്കൊന്ന് നോക്കി വെക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനാണ് അദ്ദേഹത്തിന് 47ാമത് വയലാർ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് കൂടാതെ 2024 പൂന്താനം സ്മാരക പുരസ്കാരം ലഭിക്കുന്നത് ഇദ്ദേഹത്തിനാണ്. 2023 47ാമത് വയലാർ പുരസ്കാരം. ഈ 2023 തന്നെ പ്രഥമ AR രാജരാജവർമ്മ സാഹിത്യ പുരസ്കാരം ഓർത്തിരിക്കുക. പ്രഥമ AR രാജരാജവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ചെമ്മനം സ്മാരക പുരസ്കാരവും 2023 തന്നെ മഹാകവി കുഞ്ഞിരാമൻ നായർ പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയാണ്. സോ ശ്രീകുമാരൻ തമ്പി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അദ്ദേഹത്തിന്റെ കൃതികളും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി കേരള ബഡ്ജറ്റ് 2024-25 നമ്മളെല്ലാം ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് 2024 ഫെബ്രുവരി 5-നാണ്. അന്നത്തെ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ബഡ്ജറ്റിൽ സർക്കാർ ആക്ച്വലി 3 ഫണ്ട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള സർക്കാർ പ്രവർത്തനങ്ങൾക്കായി ജനങ്ങളിൽ നിന്നും പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ഫണ്ട് പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫണ്ടിന്റെ പേരുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട്, ആരോഗ്യ സുരക്ഷാ ഫണ്ട്, ഫണ്ട് ഓഫ് ഫണ്ട്സ്. ഓക്കെ, എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട്, ആരോഗ്യ സുരക്ഷാ ഫണ്ട്, ഫണ്ട് ഓഫ് ഫണ്ട്സ്. പിന്നെ നമ്മൾ കുറച്ച് ടാർഗറ്റുകൾ വെച്ചിട്ടുണ്ട്. 2025 ജനുവരി 26-നകം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത ഉറപ്പാക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2050 ആകുമ്പോഴേക്കും നെറ്റ് കാർബൺ ന്യൂട്രൽ ആക്കും എന്നും നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഓക്കെ, ആ 2 വർഷങ്ങൾ ഓർത്തിരിക്കുക. ഈസിയാണ്. 25-ഉം 50-ഉമാണ് ഈസിയാണ് പഠിക്കാൻ. 25-ൽ എന്താണ്? ഭരണഘടനാ സാക്ഷരത ഉറപ്പാക്കാനാണെങ്കിൽ 50-ൽ
നെറ്റ് കാർബൺ ന്യൂട്രൽ ആവാനുള്ളതാണ്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ പുറംചട്ടയിൽ ഉണ്ടായിരുന്നത് നമ്മളുടെ ആമുഖത്തിന്റെ ഫ്രണ്ട് പേജാണ്. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്ന ആമുഖത്തിന്റെ ആ ഒരു പേജായിരുന്നു ഇപ്രാവശ്യത്തെ കേരള ബഡ്ജറ്റിന്റെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്നത്. കേരളം ഏത് രാജ്യത്തിന്റെ വികസന മാതൃകയാണ് പിന്തുടരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൈനയാണ്. ഓക്കെ, ചൈനയുടെ വികസന മാതൃകയാണ് ഇന്നും ഇന്ത്യ പിന്തുടരാൻ വേണ്ടിയിട്ട് പോകുന്നത്. കേരള സമ്പദ്ഘടനയെ ധനമന്ത്രി വിശേഷിപ്പിച്ച കാര്യം എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കുക. സൂര്യോദയ സമ്പദ്ഘടന എന്നാണ് കേട്ടോ. സൂര്യോദയ സമ്പദ്ഘടന എന്നാണ് ധനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നവകേരള സംഘടനയുടെ പതാകവാഹകർ എന്ന് വിശേഷിപ്പിച്ച 3 വകുപ്പുകൾ ഉണ്ടായിരുന്നു. അതാണ് ടൂറിസം, സ്റ്റാർട്ടപ്പ്, എക്കോ ടൂറിസം, IT. ഓക്കെ, ഓർത്തു വയ്ക്കുക. എന്താണ് നവകേരള സംഘടനയുടെ പതാകവാഹകർ എന്ന് വിശേഷിപ്പിച്ച 3 വകുപ്പുകൾ ഏതാണ്? ടൂറിസം, സ്റ്റാർട്ടപ്പ്, എക്കോ ടൂറിസം, IT എന്നീ മേഖലകളാണ്. ഓക്കെ, അപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു പദ്ധതി കൂടിയാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം മാസം തോറും നിശ്ചിത തുക ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതി ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ജീവാനന്ദം. ഓക്കെ, ജീവാനന്ദം. ജീവിതത്തിൽ ആനന്ദം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാർക്ക് എന്താണ് വിരമിച്ച ശേഷവും മാസം തോറും ഒരു നിശ്ചിത തുക നൽകാനുള്ളതാണ് ജീവാനന്ദം പദ്ധതി എന്ന് പറയുന്നത്. ഇനി GST നടപ്പാക്കുന്നതിന് മുൻപ് നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നികുതി കുടിശ്ശിക പരിഹരിക്കാൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ആംനസ്റ്റി 2024. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആംനസ്റ്റി 2024. എന്തിനുള്ളതാണ്? GST നടപ്പാക്കുന്നതിന് മുൻപ് നടത്തിയിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നികുതി കുടിശ്ശിക പരിഹരിക്കാൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ആംനസ്റ്റി നികുതി കുടിശ്ശിക എന്ന ആ ഒരു കീവേഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കുക. പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പട്ടികവർഗം എന്നുള്ളത് ഒന്ന് തിരുത്തി വായിക്കണം കേട്ടോ. പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി പദ്ധതി. ഇനി ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മഴവിൽ പദ്ധതി. ഓക്കെ, മഴവിൽ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ LGBTQന്റെ ആ ഒരു ഫ്ലാഗ് ഓർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മഴവിൽ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ജില്ലയിലെ പൊതു ഇടങ്ങളിൽ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള പദ്ധതിയാണ് ബാരിയർ ഫ്രീ. ഓക്കെ, നമുക്കറിയാം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അനുയാത്രാ പദ്ധതി എന്ന് പറയുന്നത്. പുതിയതായിട്ട് വേറൊരു പദ്ധതി വന്നിട്ടുള്ളതാണ് ബാരിയർ ഫ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും തിരികെ എത്തുന്നവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി വന്നിട്ടുണ്ട്. അതാണ് NDPREM. ND പ്രേം എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒരാളുടെ പേര് പോലെ മനസ്സിലാച്ചിട്ട് ND പ്രേം എന്താണ്? നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ്. ഓക്കെ, നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട്സ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം തൊഴിൽ, തിരിച്ചു വരുന്ന ആൾക്കാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ND പ്രേം. ഇനി കുട്ടികളുടെ സംരക്ഷണവും വികസനവും ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ. ഓക്കെ, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ കുട്ടികളുടെ സംരക്ഷണവും വികസനത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇനി 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് മാർഗദീപത്തിലൂടെയാണെങ്കിൽ 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അത് കെടാവിളക്ക് പദ്ധതിയിലൂടെയാണ്. ഇനി ഇപ്രാവശ്യത്തെ ബജറ്റിൽ വന്ന ഒരു കാര്യമായിരുന്നു പങ്കാളിത്ത പെൻഷൻ്റെ പദ്ധതിക്ക് പകരമായിട്ട് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. അതാണ് എഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം. ഓക്കെ, എഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം പങ്കാളിത്ത പെൻഷന് പകരമായിട്ട് വരുന്നതാണ്. ഇനി ജലവിഭവ സംരക്ഷണം, എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ, ദ്രവ മാലിന്യ സംസ്കരണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് അമൃത് 2.0. ഓക്കെ, അമൃത് 2.0 എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? ജലവിഭവ സംരക്ഷണം, എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ, ദ്രവ മാലിന്യ സംസ്കരണം. അടുത്തതായിട്ട് നമുക്ക് ഗ്രാൻഡ് സ്ലാംസ് ഒന്ന് നോക്കാം. 2024 ഗ്രാൻഡ് സ്ലാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? യാനിക് സിന്നറിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ യാനിക് സിന്നറിനും അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് അത് അരിയാന സബലങ്കയ്ക്കുമാണ്. യാനിക് സിന്നർ ഇറ്റലിക്കാരനും വനിതാ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ള അരിയാന സബലങ്ക വരുന്നത് അത് ബെലാറസുകാരിയുമാണ്, ഓർത്തിരിക്കുക. ഇനി ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും പുരുഷ വിഭാഗം കിട്ടിയിട്ടുള്ളത് കാർലോസ് അൽക്കാരസിനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും കിട്ടിയിട്ടുള്ളത് പുരുഷ വിഭാഗത്തിൽ അത് കാർലോസ് അൽക്കാരസിനാണ്, സ്പെയിനുകാരനാണ്. ഫ്രഞ്ച് ഓപ്പൺ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത് കേട്ടോ, കാർലോസ് അൽക്കാരസിന്. ഇനി ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് ഇഗ സ്വിയാടെക്കിനാണ്. ഓക്കെ, ഇഗ സ്വിയാടെക്കിന് ഫ്രഞ്ച് ഓപ്പൺ 2024 കിട്ടുന്നു. വനിതാ വിഭാഗത്തിൽ ഇഗ സ്വിയാടെക് പോളണ്ടുകാരിയാണ്. വിംബിൾഡൺ പുരുഷ വിഭാഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാർലോസ് അൽക്കാരസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വനിതാ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് ബാർബറ ക്രൈച്ചിക്കോവയ്ക്കാണ്. ഓക്കെ, ബാർബറ ക്രൈച്ചിക്കോവ ഏത് നാട്ടുകാരിയാണ്? ചെക്ക് റിപ്പബ്ലിക്കുകാരിയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് 17ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2024. ഓക്കെ, IPL ആണ്. 17ാമത് IPLന്റെ വിജയികൾ ആരായിരുന്നു? അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഓക്കെ, 17ാം IPL വിജയികളായിട്ടുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റണ്ണേഴ്സ് അപ്പ് ആയിരുന്നത് അത് സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ്. ഫൈനലിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മിച്ചൽ സ്റ്റാർക്ക് ആണ്. ഓക്കെ, മിച്ചൽ സ്റ്റാർക്ക്. ടൂർണമെന്റിലെ താരമാണെങ്കിൽ അത് സുനിൽ നരൈനുമാണ്. തിരിഞ്ഞു പോയത് ഫൈനലിലെ താരം മിച്ചൽ സ്റ്റാർക്കും ടൂർണമെന്റിലെ താരമായിട്ടുള്ളത് അത് സുനിൽ നരൈനുമാണ്. ഇനി എമേർജിംഗ് പ്ലെയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് നിതീഷ് കുമാർ റെഡ്ഡിക്കാണ്.
കോഹ്ലിക്കാണ്. ഓക്കെ, എമർജിംഗ് പ്ലെയർ നിതീഷ് കുമാർ റെഡ്ഡി ആണെങ്കിൽ ഓറഞ്ച് ക്യാപ്പ് ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്നതിനാണ് ഓറഞ്ച് ക്യാപ്പ് എടുക്കുന്നത്, അത് കിട്ടിയിട്ടുള്ളത് വിരാട് കോഹ്ലിക്കാണെങ്കിൽ പേർപ്പിൾ ക്യാപ്പ് കിട്ടിയിട്ടുള്ളത് അത് ഹർഷൽ പട്ടേലിനായിരുന്നു. ഓക്കെ, ഓറഞ്ച് ക്യാപ്പ് വിരാട് കോഹ്ലി, പർപ്പിൾ ക്യാപ്പ് ഹർഷൽ പട്ടേൽ. ആൻഡ് സ്പോൺസർ ഈ പ്രാവശ്യത്തെ 17ാമത് IPL സ്പോൺസർ ആയിട്ടുണ്ടായിരുന്നത് അത് ടാറ്റ ഗ്രൂപ്പാണ്. ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്, ടാറ്റ ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ആണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് വിജയികളായിട്ടുണ്ടായിരുന്നത് അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ഓക്കെ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ഈ പ്രാവശ്യത്തെ വിജയികളായിട്ടുള്ളത്. റണ്ണേഴ്സ് അപ്പ് ആയിട്ടുണ്ടായിരുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഇനി പരമ്പരയിലെ താരത്തിന് ചോദിക്കുകയാണെങ്കിൽ അത് ദീപ്തി ശർമ്മയും, ഓറഞ്ച് ക്യാപ്പ് ഇവിടെ കിട്ടുന്നത് എല്ലിസ് പെറിക്കും, പേർപ്പിൾ ക്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ശ്രേയങ്ക പാട്ടീലുമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 2023 കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള 5 പ്രധാന ബില്ലുകൾക്ക് ഗവർണർ അംഗീകാരം നൽകിയ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2024 ഏപ്രിൽ 27-നാണ്. ഓക്കെ, 2024 ഏപ്രിൽ 7 ടോട്ടൽ 5 പ്രധാന ബില്ലുകൾക്ക് ഗവർണർ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ആ ബില്ലുകൾ കൊടുത്തിട്ട് അതിൽ പെടാത്തത് ഏതാണ് എന്ന രീതിയിലൊക്കെ ചിലപ്പം ചോദ്യം വരാം. ആ ഒരു ബില്ലുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുക. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ല്, നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി ബില്ല്, ക്ഷീര കർഷക ക്ഷേമനിധി ഭേദഗതി ബില്ല്, സഹകരണ സംഘം നിയമ ഭേദഗതി ബില്ല്, അബ്കാരി നിയമ ഭേദഗതി ബില്ല്. അങ്ങനെ ടോട്ടൽ 5 ബില്ലുകളാണ് ഗവർണർ 2024 ഏപ്രിൽ 27-ന് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി COP29, 28 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. COP28 നടന്നിട്ടുണ്ടായിരുന്നത് ദുബായിലായിരുന്നു. ഇനി നെക്സ്റ്റ് COP29ൻ്റെ വേദി ഏതാണ്? അത് ബാക്കു ആണ്. അസർബൈജാനിലുള്ള ബാക്കുവിൽ വെച്ചിട്ടാണ് COP29 നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ലോക്സഭ ഇലക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. ലോക്സഭ ഇലക്ഷൻസ് ടോട്ടൽ 7 ഫേസസിലായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഫേസിലാണ് കേരളത്തിൽ ലോക്സഭ ഇലക്ഷൻസ് നടക്കുന്നത്. ഏപ്രിൽ 26-നാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി നമ്മൾ ലോക്സഭ ഇലക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. അതിലില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 2024 18ാമത് ലോക്സഭ ഇലക്ഷനിൽ ഇന്ത്യയുടെ പോളിംഗ് ശതമാനം ചോദിച്ചാൽ അത് 65.79% ഇന്ത്യയുടെ പോളിംഗ് ശതമാനം. അതേ കാര്യം കേരളത്തിൻ്റെ നോക്കുകയാണെങ്കിൽ അത് 71.27%. ഓക്കെ, ഇന്ത്യയിൽ 65.79, കേരളത്തിലേക്ക് വരുമ്പം 71.27, 71, 72, 72 എന്നതിനെ തിരിച്ചിട്ട് എന്ന രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ, 27. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച കേരളത്തിലെ മണ്ഡലം അത് കോട്ടയമായിരുന്നു. കോട്ടയം മണ്ഡലത്തിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിന്നുണ്ടായ മണ്ഡലം ആലത്തൂർ മണ്ഡലമായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP നിലവിലുള്ളത് അതാരാണ്? അത് പുഷ്പേന്ദ്ര സരോജാണ് കേട്ടോ. പുഷ്പേന്ദ്ര സരോജാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ MP നിലവിലുള്ളത് അത് TR ബാലു ആണ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്നും അധികം ചോദിച്ചു കാണാറുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞത് പുഷ്പേന്ദ്ര സരോജും ഏറ്റവും പ്രായം കൂടിയ MP TR ബാലുവുമാണ്. ഇനി ഏകപക്ഷീയമായിട്ട് വിജയിച്ച വ്യക്തി ആരാണ്? അത് മുകേഷ് ദലാലാണ്. ഓക്കെ, ഏകപക്ഷീയമായിട്ട് വിജയിച്ചത് മുകേഷ് ദലാലാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശങ്കർ ലാൽവാനിയാണ്. ഓക്കെ, ശങ്കർ ലാൽവാനി എന്താണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ കാര്യങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ചിട്ടുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. വയനാട്ടിലാണ് അദ്ദേഹം മത്സരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയ വ്യക്തിയായിരുന്നു അടൂർ പ്രകാശ്. ഓക്കെ, ഏറ്റവും കുറവ് ഭൂരിപക്ഷം അടൂർ പ്രകാശിനാണ്. ഏറ്റവും പ്രായം കൂടിയ MP കേരളത്തിൽ നിന്നുള്ളത് അത് ET മുഹമ്മദ് ബഷീറും ഏറ്റവും പ്രായം കുറഞ്ഞ MP ഉള്ളത് അത് ഹൈബി ഈഡനുമാണ്. ഓക്കെ, ഇക്കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തറവായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ IPL പറഞ്ഞു അല്ലേ. അടുത്ത നമ്മൾ 2024 T20 ക്രിക്കറ്റാണ് നോക്കുന്നത്. അതിൻ്റെ വേദി എന്ന് പറയുന്നത് അമേരിക്കയായിരുന്നു. ഓക്കെ, അമേരിക്കയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് വിജയിച്ചത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ T20 ഇമ്പോർട്ടൻ്റ് ആണ്. 2024 വിജയിക്കുന്നത് ഇന്ത്യയാണ്. റണ്ണേഴ്സ് അപ്പ് ആയിട്ടുണ്ടായിരുന്നത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. അന്നത്തെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. ടൂർണമെന്റിലെ താരത്തിന് ചോദിച്ചാൽ അത് ജസ്പ്രീത് ബുംറയാണ്. 2026 അതായത് നെക്സ്റ്റ് T20 നടക്കാൻ പോകുന്നത് 2 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ്, ഇന്ത്യയും ശ്രീലങ്കയും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അധികം ഇപ്പോൾ കാണാറുള്ളത്. 3-4 സ്ഥലങ്ങൾ ചോദിച്ചിട്ട് ഇതിൽ എവിടെയൊക്കെ വെച്ചിട്ടാണ് അടുത്ത 2026 T20 നടക്കുന്നത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഓർത്തിരിക്കുക, ഇന്ത്യയും ശ്രീലങ്കയിലും വെച്ചിട്ടാണ് അടുത്തത് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അടുത്തത് 13ാമത് പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ്, അതായത് വേൾഡ് കപ്പ്. ഇപ്രാവശ്യത്തെ 13ാമത്തെ വേൾഡ് കപ്പ് ജേതാക്കൾ ആരായിരുന്നു? അത് ഓസ്ട്രേലിയയാണ് കേട്ടോ. ഓസ്ട്രേലിയയാണ് ഉണ്ടായിരുന്നത്. നമ്മളായിരുന്നു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ അതുകൊണ്ട് റണ്ണേഴ്സ് അപ്പ് ആണ്. ഓക്കെ, ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ്
നേടിയത് ഓസ്ട്രേലിയയും, റണ്ണേഴ്സപ്പ് ആയത് ഇന്ത്യയും. വേദി ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയും റണ്ണേഴ്സപ്പും ഇന്ത്യയാണ്, ജയിച്ചത് ഓസ്ട്രേലിയയാണ്. ഇതിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈം ഔട്ടായി പുറത്താകുന്ന ആദ്യ താരം വരുന്നത് ഈ ഒരു 13ാമത് വേൾഡ് കപ്പിലാണ്. അത് ആഞ്ചലോ മാത്യൂസ് ആണ്, ശ്രീലങ്ക. ഓക്കെ, എന്താണ് 2 മിനിറ്റ് ഒരു ബാറ്റ്സ്മാൻ പോയി 2 മിനിറ്റിൻ്റെ ഉള്ളിൽ അടുത്ത ബാറ്റ്സ്മാൻ വരണം. ആ ഒരു ടൈം ലാഗ് ആയതോട് കൂടിയിട്ടാണ് ആദ്യമായിട്ട് ടൈം ഔട്ട് ആവുന്നത്. ഓക്കെ, ആഞ്ചലോ മാത്യൂസ്. ഇനി കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്പോയിൻമെന്റ്സ് നോക്കുക. ഇതെപ്പോഴും നമ്മൾ പറയുന്നതാണ്. നമ്മളെ അപ്പോയിൻമെന്റ്സ് ഒക്കെ ഓൾറെഡി ഇതിന് മുന്നേ ഒരു വീഡിയോസ് ഇന്ത്യയും കേരളവും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിന് മുന്നേ ഈ ഒരു കുറച്ച് 2024 ആയിട്ട് ആവർത്തിച്ച് ചോദിച്ച കുറച്ച് ആൾക്കാരെ മാത്രം നമ്മൾ എടുത്ത് എഴുതിയിട്ടുള്ളതാണിത്. കേരള യുവജന കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ളത് അത് എം ഷാജറാണ്. ഓക്കെ, എം ഷാജർ കേരള യുവജന കമ്മീഷൻ അധ്യക്ഷനാണെങ്കിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് അത് യു ഷറഫ് അലിയാണ്. ഓക്കെ, സ്പോർട്സ് കൗൺസിൽ യു ഷറഫ് അലിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ആയിട്ടുള്ളത് അത് CK അബ്ദുൾ റഹീമാണ്. ഇനി കേരള സാഹിത്യ അക്കാദമി ആരാണ്? K സച്ചിദാനന്ദനാണ്. സംഗീത നാടക അക്കാദമി ആണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് മുരളി ചീരോത്താണ്. കേരള ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ ആയിട്ടുള്ളത് അത് OS ഉണ്ണികൃഷ്ണനാണ്. ഓക്കെ, ചലച്ചിത്ര അക്കാദമി പറയാം നമുക്ക് രഞ്ജിത്താണ് എന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ കാര്യം കൂടി ഒന്ന് മനസ്സിലോർത്തേക്ക് കേട്ടോ. ഇനി അതിന്റെ തന്നെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള വ്യക്തി ഒന്ന് ഓർത്ത് വെച്ചേക്കുക, പ്രേംകുമാർ ആണ് കേട്ടോ. ഇനി മലയാളം മിഷൻ ഡയറക്ടർ ആരാണ്? അത് മുരുകൻ കാട്ടാക്കടയാണ്. ഓക്കെ, മുരുകൻ കാട്ടാക്കടയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സിൽ കേരളത്തിൽ നിന്നും ഈ അടുത്ത കാലത്തായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഏഷ്യൻ ഗെയിംസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോക്കാം. ഇപ്രാവശ്യത്തെ 2022 നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് നടന്നത് 2023 വേദിയായിട്ടുണ്ടായത് ഹാങ്ഷു ചൈനയാണ്. ഉദ്ഘാടന ചടങ്ങിൽ പതാകവാഹകരായിട്ടുള്ളത് അത് ഹർമൻപ്രീത് കൗറും ലവ്ലീന ബോർഗോഹെയ്നുമാണ് കേട്ടോ. ഹർമൻപ്രീത് കൗർ, ലവ്ലീന ബോർഗോഹെയ്നാണ് ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയതെങ്കിൽ സമാപന ചടങ്ങിൽ പതാക ഏന്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള PR ശ്രീജേഷാണ്. ഓക്കെ, ആൻഡ് ഈ പ്രാവശ്യത്തെ ഏഷ്യൻ ഗെയിംസിന്റെ മെഡലുകൾ അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ട്, അതാണ് ഷാൻ ഷൂയി കേട്ടോ. ഷാൻ ഷൂയി എന്നാണ് ഏഷ്യൻ ഗെയിംസ് മെഡലുകൾ അറിയപ്പെടുന്നത്. ആൻഡ് 2023 ഏഷ്യൻ ഗെയിംസിൽ 1ാം സ്ഥാനത്തെത്തിയത് ചൈനയാണ്. ടോട്ടലി 208 ഗോൾഡോട് കൂടിയിട്ട് 383 മെഡലുകളാണ് ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് സൗത്ത് കൊറിയയും, 4ാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു നമ്പർ ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ 28, 38, 41. ഓക്കെ, 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലവുമാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ അങ്ങനെ 107 മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ ഓക്കെ ഏഷ്യൻ ഗെയിംസിൽ ഇപ്രാവശ്യത്തിൽ ആദ്യത്തെ മെഡൽ കിട്ടുന്നത് വിമൻസ് 10 മീറ്റർ എയർ റൈഫിൾ ടീമിനാണ്. സിൽവർ മെഡലാണ് നമ്മൾക്ക് ഇപ്രാവശ്യത്തെ ടൂർണമെന്റിൽ ആദ്യം കിട്ടുന്നത്. അത് വിമൻസ് 10 മീറ്റർ എയർ റൈഫിൾ ടീമിനാണ് കിട്ടുന്നത്. ആദ്യത്തെ സ്വർണം കിട്ടുന്നത് ഇതിൻ്റെ തന്നെ മെൻസ് ടീമിനാണ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ മെഡൽ കിട്ടുന്നത് സിൽവർ മെഡലാണ് വിമൻസ് 10 മീറ്റർ എയർ റൈഫിൾ ടീമിനാണെങ്കിൽ ആദ്യത്തെ സ്വർണം കിട്ടുന്നത് ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് മെൻസ് 10 മീറ്റർ എയർ റൈഫിൾ ടീമിനാണ് കിട്ടുന്നത്. ഇനി അത്ലറ്റിക്സിന് ആദ്യത്തെ സ്വർണം ലഭിക്കുന്നത് അത് അവിനാഷ് സാംബ്ലേക്കാണ്. ഓക്കെ, 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിനാണ് അവിനാഷ് സാംബ്ലേക്ക് അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം ലഭിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ മലയാളികൾ ഉണ്ടായിരുന്നു. ഓക്കെ, ആ മലയാളികളുടെ പേരുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് മുഹമ്മദ് അഫ്സൽ. ഓക്കെ, മുഹമ്മദ് അഫ്സൽ 800 മീറ്റേഴ്സിൻ്റെ ഓട്ടത്തിൻ്റെ ആളാണ് മുഹമ്മദ് അഫ്സൽ എന്ന് പറയുന്നത്. സിൽവർ മെഡലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് മലയാളികൾക്ക് 3 പേർക്ക് കിട്ടിയിട്ടുള്ളത് സിൽവർ മെഡലാണ്. അതായത് ഇൻഡിവിജ്വൽസ് 3 പേർക്കും കിട്ടിയിട്ടുള്ളത് സിൽവർ മെഡലാണ്. പിന്നെ ഒരു ഗ്രൂപ്പ് ഐറ്റത്തിനാണ് ഗോൾഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, M ശ്രീശങ്കർ ഉണ്ട് അല്ലേ. M ശ്രീശങ്കർ ഇപ്പോൾ വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിന് കുറേ അധികം അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ അധികം ടൂർണമെന്റ്സിൽ വിൻ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പം M ശ്രീശങ്കറിന്റെ ഇനം എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക, അത് ലോങ് ജമ്പ് ആണ് കേട്ടോ. ലോങ് ജമ്പിന് അദ്ദേഹത്തിന് സിൽവർ ആണ് കിട്ടുന്നത്. ഇനി ആൻസി സോജൻ ഉണ്ട്, വിമൻസ് ലോങ് ജമ്പിലെ ആളാണ്, അദ്ദേഹത്തിനും സിൽവർ ആണ് കിട്ടുന്നത്. ഇനി 4x400 റിലേസ് ഗോൾഡ് ടീമിൽ ഉണ്ടായിരുന്ന മലയാളികൾ 4 പേരാണ്. ഓക്കെ, 4x400 4 പേരാണ് മലയാളികളായിട്ടുള്ളത്. ഓക്കെ, ആ നമ്പർ തന്നെ ഓർത്തിരിക്കുക. മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോദ് ജേക്കബും രാജേഷ് രമേശും. ഓക്കെ, ഇത്ര പേരാണ് മലയാളികൾ 4x400 റിലേയിൽ ഉണ്ടായിരുന്നത്. ഇനി മെൻസ് ആൻഡ് വിമൻസ് ജാവലിനിലും മെൻസ് ആൻഡ് വിമൻസ് കബഡിയിലും മെൻസ് ആൻഡ് വിമൻസ് ക്രിക്കറ്റിലും നമ്മൾക്ക് ഗോൾഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, മെൻസ് ആൻഡ് വിമൻസ് ജാവലിൻ, മെൻസ് ആൻഡ് വിമൻസ് കബഡി, മെൻസ് ആൻഡ് വിമൻസ് ക്രിക്കറ്റ്, ഇത് 3ലും കിട്ടിയിട്ടുള്ളത് ഗോൾഡാണ് ഇന്ത്യക്ക്. ഓക്കെ, ജാവലിനിൽ നമുക്കറിയാം നീരജ് ചോപ്രയ്ക്കും 500 റാണിക്കും ആണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സും തീംസും ഒന്ന് നോക്കിയാലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കുറച്ച്
കുറച്ച് ഒരു 10-15 എണ്ണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ജാനുവരി 26 നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആണ്. ആൻഡ് ഇപ്രാവശ്യത്തെ 2024 തീം എന്തായിരുന്നു? വികസിത് ഭാരത്, ഭാരത് ലോക് തന്ത്രിക്ക് മാതൃക എന്നതായിരുന്നു റിപ്പബ്ലിക് ഡേന്റെ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്. ഇനി ഫെബ്രുവരി 2 ഏത് ദിനമാണ്? ലോക തണ്ണീർത്തട ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 2024 തീം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ്. ഓക്കെ, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് 2024. 2023 കൂടി നോർത്തിരിക്കുക. തണ്ണീർത്തട പുനഃസ്ഥാപനം അഥവാ റീസ്റ്റോറേഷൻ, വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നതായിരുന്നു 2023 തീം. 24 ഓർത്തിരിക്കുക ഹ്യൂമൻ വെൽബീങ് ആണ്. ഓക്കെ, വെറ്റ്ലാൻഡ് ആൻഡ് വെൽബീങ് എന്നതായിരുന്നു 2024 തീം. ഇനി ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. 2022 മുതൽ സെയിം തീം തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ പഠിക്കാൻ വേണ്ടി നമുക്ക് ഈസിയാണ്. മാർച്ച് 8 എന്തായിരുന്നു? അന്താരാഷ്ട്ര വനിതാ ദിനമാണ് അല്ലെ. വനിതാ ദിനത്തിന്റെ ഇപ്രാവശ്യത്തെ എന്താണ്? വനിതകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. ഓക്കെ, ഇൻവെസ്റ്റ് ഇൻ വിമൻ. ഓക്കെ, ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇൻവെസ്റ്റ് ഇൻ വിമൻ എന്നതാണ് 2024 തീം എന്ന് പറയുന്നത്. ഇനി മാർച്ച് 21 എപ്പോഴും ചോദിക്കുന്ന ആളാണ്. മാർച്ച് 21 എന്താണ്? ലോക വന ദിനമാണ്. 2024 തീം ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻസ് ആണ്. ഓക്കെ, ഇന്നോവേഷൻസ് വരുന്നു. 2023 ആണെങ്കിൽ ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് ആണ്. അപ്പോൾ പുതിയതായിട്ടുള്ള എന്താണ്? പുതിയതായിട്ടുള്ള തീം പുതിയതിനെ കുറിച്ചിട്ടാണ്, ഇന്നോവേഷനെ കുറിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, 2024 ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻസ് ആണ്. ഇനി മാർച്ച് 22 ലോക ജലദിനമാണ്. ഓക്കെ, അതിൻ്റെ ഇപ്രാവശ്യത്തെ 2024 തീം വാട്ടർ ഫോർ പീസ് എന്നതാണ്. ഓക്കെ, വാട്ടർ സമാധാനത്തിന്, ജലം സമാധാനത്തിന് എന്നതായിരുന്നു 2024 തീം. 2023 സാനിറ്റേഷൻ ക്രൈസിസിനെ കുറിച്ച് പറയുന്നതാണ്. അത് അങ്ങനെ മാത്രം ഓർത്തിരുന്നത്. 2023 ജലത്തിൻ്റെത് സാനിറ്റൈസേഷൻ ക്രൈസിസിനെ കുറിച്ച് പറയുന്നതാണ്. 24 എന്താണ്? വാട്ടർ ഫോർ പീസ് ആണ്. മാർച്ച് 24 അത് ലോക ക്ഷയ ദിനമാണ്. യെസ് വി ക്യാൻ ബി TB എന്നതായിരുന്നു മാർച്ച് 24 തീം. മാർച്ച് 24 2024 ടീമായിട്ടുള്ളത്. ഏപ്രിൽ 7 അത് ലോകാരോഗ്യ ദിനമാണ്. 2024 മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ്. 2023 എന്താണ്? ഹെൽത്ത് ഫോർ ഓൾ ആണ്. 2023 എല്ലാവരുടെയും വെൽബീങ്ങിൽ വെച്ചിട്ട് നമ്മൾ നോക്കി. ഓക്കെ, എല്ലാവരുടെയും ഹെൽത്തിനെ കുറിച്ച് നമ്മൾ കൺസേൺഡ് ആയി. 2024 ഇനി നമ്മൾ നമ്മളുടെ കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, 23 ഹെൽത്ത് ഫോർ ഓൾ ആണെങ്കിൽ 24 എന്താണ്? മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. അതിൽ എന്താണ് 2024 തീമായിട്ടുള്ളത്? അത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് 2024 തീം. 23 ആണെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ഇപ്പം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. 2024 തീം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ ആണ്. ഓക്കെ, അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ 2024 തീമാണ്. 23 ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതായിരുന്നു. ഇനി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2024 യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതായിരുന്നു. 23 ഓർക്കാൻ സുഖമാണ്. G20 ഇവിടെ നടന്നതുകൊണ്ട് തന്നെ വസുദൈവ കുടുംബകത്തിനെ കുറിച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. യോഗ ഫോർ വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് 2023 24 യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റിയാണ്. ഇപ്രാവശ്യം പാരീസ് ഒളിമ്പിക്സ് ഒക്കെ നടന്നതുകൊണ്ട് തന്നെ ജൂൺ 23 നമുക്കൊന്ന് നന്നായിട്ട് നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ജൂൺ 23 എന്താണ്? അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ്. 2024 ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ. ഇപ്രാവശ്യം പാരീസ് ഒളിമ്പിക്സ് ഒക്കെ അല്ലേ നടക്കുന്നത്. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട വർഷം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നതാണ് ഇപ്രാവശ്യത്തെ തീം. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമാണ്. 2024 സിമ്പിൾ തീമാണ്, ഓസോൺ ഫോർ ലൈഫ്. ഓക്കെ, ഓസോൺ ഫോർ ലൈഫ് ആണ്. ഇനി കുറച്ച് എക്സ്ട്രാ മിസലേനിയസ് ആയിട്ടുള്ള കുറച്ച് CA കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 2023 75-ാം വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര പ്രസ്ഥാനം ചോദിച്ചാൽ അത് ലോകാരോഗ്യ സംഘടനയാണ്. ഓക്കെ, ലോകാരോഗ്യ സംഘടനയുടെ 75-ാം വാർഷികമാണ് നടക്കുന്നത് 2023. അപ്പം ലോകാരോഗ്യ സംഘടന വന്ന വർഷം ഏതായിരുന്നു? 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന നിലവിൽ വരുന്നത്. ആസ്ഥാനം ജനീവയാണ്. ഓക്കെ, ഇനി 2023 G7 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം ചോദിച്ചാൽ അത് ഹിറോഷിമയാണ്. ഓക്കെ, G7 ഭാഗമായിട്ട് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട നഗരം ഏതാണ്? അത് ഹിറോഷിമയാണ് കേട്ടോ, ഹിറോഷിമയിലാണ്. 2024 മരണാനന്തരം പത്മശ്രീ ലഭിച്ച ഒരു മലയാളി ഉണ്ടായിരുന്നു. അതാണ് പകരാവൂർ ചിത്രം നമ്പൂതിരിപ്പാട്. ഓക്കെ, ഇദ്ദേഹത്തിനൊക്കെ പേര് ഓർത്തു വരിക. പകരാവൂർ ചിത്രം നമ്പൂതിരിപ്പാടിന് എന്താണ് കിട്ടിയിട്ടുള്ളത്? 2024 മരണാനന്തര പത്മശ്രീയാണ് ലഭിച്ചിട്ടുള്ളത്.
ഇനി EP നാരായണൻ എന്നത് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? അത് തെയ്യം കലാകാരനാണ് കേട്ടോ. EP നാരായണൻ തെയ്യം കലാകാരനാണ്. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന്റെ ജേതാവായത് അത് K വേണു ആയിരുന്നു. ഓക്കെ, ലാസ്റ്റ് ഇയർ ആണ് ആദ്യമായിട്ട് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. അത് കിട്ടിയിട്ടുണ്ടായത് K വേണുവിനായിരുന്നു. ഈ വർഷത്തത് കിട്ടിയിട്ടുള്ളത് അത് സാറാ ജോസഫിന്റെ കറ എന്ന് പറയുന്ന ആ ഒരു കൃതിക്കാണ് ഈ പ്രാവശ്യത്തെ ഫെഡറൽ ബാങ്കിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത്, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന കുറ്റത്തിന് 6 മാസത്തെ തടവ് ശിക്ഷ ലഭിച്ച ബംഗ്ലാദേശ് സാമ്പത്തിക വിദഗ്ധൻ ആണ് മുഹമ്മദ് യൂണിസ്. ഓക്കെ, മുഹമ്മദ് യൂണിസ് എവിടുത്തുകാരനാണ്? ബംഗ്ലാദേശ് സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തിന് 6 മാസത്തെ തടവ് ശിക്ഷയാണ് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ കിട്ടിയിട്ടുള്ളത്. അടുത്തൊരു ബുക്കാണ് മതം മാധ്യമം മാർക്സിസം നവകേരളത്തിലേക്ക് എന്ന പുസ്തകത്തിന്റെ ജേതാവുകാരാണ് അത് പിണറായി വിജയനാണ്. നവകേരളമൊക്കെ വരുന്നത് പിണറായിയുടെ കാലത്താണല്ലോ. സോ ആ ബുക്കിനും ആ ഒരു പേരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബുക്കാണ് മതം മാധ്യമം മാർക്സിസം നവകേരളത്തിലേക്ക്. ഇനി 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അത് ഹോമാണ്. ഓക്കെ, ഹോമിനാണ് 69ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇതേ സിനിമയിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് പ്രത്യേക ജൂറി പരാമർശം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിന്റെ സംവിധായകനെ ഇതിനു മുന്നേ ഒരു എക്സാമിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോജിൻ തോമസ് ആണ് കേട്ടോ, റോജിൻ തോമസ് ആണ്. ഇനി 2023 അർജുന അവാർഡ് നേടിയിട്ടുള്ള ദിവ്യകൃതി സിംഗ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കുതിരയോട്ടമാണ് കേട്ടോ. കുതിരയോട്ടവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ദിവ്യകൃതി സിംഗ്. ഓക്കെ, ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു 3-4 പോയിന്റ് നമുക്ക് നോക്കാം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് എപ്പോഴായിരുന്നു? 2023 ഒക്ടോബർ 15-നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആൻഡ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ MD ആയിട്ടുള്ളത് അത് ദിവ്യ S അയ്യറും നിലവിലെ CEO ആയിട്ടുള്ളത് ശ്രീകുമാർ K നായരുമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം? ഒക്ടോബർ 15 MD ദിവ്യ S അയ്യറും CEO ആയിട്ടുള്ളത് ശ്രീകുമാർ K നായരുമാണ്. ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചർ ആരായിരുന്നു? അത് ബിയാട്രിസ് ആണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ AI ടീച്ചർ ആയിട്ടുള്ള ബിയാട്രിസ്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ AI ടീച്ചർ ആയിട്ടുള്ളത് അത് ഐറിസ് ആണ്. ആദ്യത്തെ AI ടീച്ചർ ആരായിരുന്നു? ബിയാട്രിസും. കേരളത്തിലത് ഐറിസുമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാന്തിഗിരി വിദ്യാഭവനാണ്, തിരുവനന്തപുരത്തുള്ളതാണ്. ഓക്കെ, അതും ഓർത്തിരിക്കുക. AIന്റെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ, ഞാൻ കൊടുത്തേക്കാം. 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് നേടിയിട്ടുള്ള AI വാർത്താ അവതാരിക ഉണ്ടായിരുന്നു. അത് ഇന്ത്യ ടുഡേയുടെ സനയാണ്. ഓക്കെ, സന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI അവതാരികയ്ക്കാണ് ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന വയോസേവന പുരസ്കാരം 2023 മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അത് കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോട്. ഈ ക്വസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻ ആണ്, ഓർക്കണം. ഇനി ഈ ഒളിമ്പിക് കമ്മിറ്റി, ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിനെ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത് PT ഉഷയും ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ CEO ആയിട്ടുള്ളത് അത് രഘുറാം അയ്യറുമാണ്. ഓക്കെ, പ്രസിഡന്റ് PT ഉഷ, കമ്മിറ്റി CEO ആയിട്ടുള്ളത് രഘുറാം അയ്യറാണ്. അതുപോലെ BCCIനെയും കൂടി ഒന്ന് നോക്കുക. BCCIയുടെ നിലവിലെ പ്രസിഡന്റ് അത് റോജർ ബിന്നിയും BCCIയുടെ നിലവിലെ സെക്രട്ടറി ആയിട്ടുള്ളത് അത് ജയ് ഷായുമാണ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് നിലവിൽ വന്ന നഗരം അത് ചെന്നൈയാണ്. ഓക്കെ, ചെന്നൈയിലാണ് ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് വരുന്നത്. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത് അത് ഫരീദാബാദിലാണ്. ഓക്കെ, ഫരീദാബാദിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത്. ഇനി പശ്ചിമഘട്ട വികസന പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന വകുപ്പ് കൃഷി വകുപ്പാണ്. കൃഷി വകുപ്പിനായിരുന്നില്ല ഇതിനു മുൻപ് പശ്ചിമഘട്ട വികസന പദ്ധതിയുടെ മേൽനോട്ടം ഉണ്ടായിരുന്നത്. അത് ഷിഫ്റ്റ് ചെയ്തതാണ്. ഇപ്പം അത് കൃഷി വകുപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ചോദിച്ചാൽ അതെവിടെയാണ്? അത് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. 38ാമത് ദേശീയ ഗെയിംസ്. 37ാമത് നടന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇനി ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യ സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചിട്ടുള്ള വാക്സിൻ ആണ് MTB വാക്. ഓക്കെ, TBക്ക് വേണ്ടിയിട്ടുള്ള ട്യൂബർക്ലോസിനെതിരായിട്ടുള്ള ഒരു വാക്സിൻ ആണിത്. അതാണ് ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യ സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്തിട്ടുള്ള വാക്സിൻ എന്ന് പറയുന്നത്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം അത് M ശ്രീശങ്കർ ആണ്. M ശ്രീശങ്കർ നമ്മൾ പറഞ്ഞു നേരത്തെ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്പെഷ്യാലിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2024 ആ ഒരു പാരീസ് ഒളിമ്പിക്സിൽ ആദ്യത്തെ യോഗ്യത നേടിയത് M ശ്രീശങ്കർ ആയിരുന്നു. കാർബൺ ന്യൂട്രൽ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് മീനങ്ങാടിയാണ്. ഓക്കെ, മീനങ്ങാടിയാണ്. നമ്മൾ ഓരോ ജില്ലകളും സ്റ്റേറ്റ്സും വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ത്രീപക്ഷ നവകേരള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ അത് നിമിഷ സജയനാണ്. നിമിഷ സജയൻ, സ്ത്രീപക്ഷ നവകേരളം. 2024 150ാം രക്തസാക്ഷിത്വ ദിനം അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 150 ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രക്തസാക്ഷിത്വ ദിനമാണ്. 2024 ഫെബ്രുവരിയിൽ 200ാം
ജന്മവാർഷികം ആഘോഷിക്കുന്നത് അത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. ഓക്കെ, ദയാനന്ദ സരസ്വതിയുടെ 200-ാം ജന്മവാർഷികം 2024 ഫെബ്രുവരിയിലാണ്. 2023 200-ാം വാർഷികം ആചരിച്ച കേരളത്തിലെ കലാപമായിരുന്നു ചാന്നാർ ലഹള. ഓക്കെ, ചാന്നാർ ലഹള എപ്പോഴാണ്? 2023 200-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഏത് നവോത്ഥാന നായകന്റെ സ്മരണാർത്ഥം നടത്തുന്ന പരിപാടിയാണ് മഹാഗുരു വർഷം 2024? അത് ചട്ടമ്പി സ്വാമികളുടെ ആണ്. ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ് മഹാഗുരു വർഷം 2024. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളിന്റെ പുതിയ പേര് അത് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് കേട്ടോ. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളിന്റെ പുതിയ പേരാണെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള KP കരുണാകരന്റെ ശില്പം നിലവിൽ വരുന്നത് അത് കരക്കുളത്താണ്. ഓക്കെ, കരക്കുളത്ത് ഇത് വരുന്നു, കരുണാകരൻ്റെത് വരുന്നു. ഓക്കെ, ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ, കരുണാകരൻ, കരക്കുളം. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച സൈനികർക്കുള്ള കേരളത്തിലെ യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് അത് ആക്കുളത്തിലാണ്. ഓക്കെ, ആക്കുളത്തിൽ എന്ത് വരുന്നു? സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച സൈനികർക്കുള്ള യുദ്ധസ്മാരകം നിലവിൽ വരുന്നു. ഇനി ഒരു സ്മാരകം VT ഭട്ടതിരിപ്പാടിന് ഒരു സ്മാരകം വരുന്നുണ്ട്. അതെവിടെ വരുന്നത്? അത് പാലക്കാടാണ് വരുന്നത്. വംശനാശം നേരിടുന്ന ആർട്ടിക് ചെന്നായകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം അത് ചൈനയാണ്. എന്താണ്? വംശനാശം നേരിടുന്ന ആർട്ടിക് ചെന്നായകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ചൈനയാണെങ്കിൽ ബഹിരാകാശ നിലയത്തിൽ എലി ഭ്രൂണത്തെ വളർത്തിയ രാജ്യം ജപ്പാനാണ്. അതേപോലെ തന്നെ ബീജമോ അണ്ടമോ ഗർഭപാത്രമോ ഇല്ലാതെ 14 ദിവസം പ്രായമുള്ള സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ച രാജ്യം ചോദിച്ചാൽ അത് ഇസ്രായേലുമാണ്. ഓർത്തിരിക്കുക, ആർട്ടിക് ചെന്നായനെ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയത് ചൈനയാണ്. എലിയുടെ ഭ്രൂണത്തെ ബഹിരാകാശ നിലയത്തിൽ വളർത്തിയത് ജപ്പാനാണ്. ബീജമോ അണ്ടമോ ഒന്നുമില്ലാതെ ഒരു സിന്തറ്റിക് ഭ്രൂണത്തിനെ വികസിപ്പിച്ചത് അത് ഇസ്രായേലാണ്. 2024 ക്യാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രം ചോദിച്ചാൽ അത് കൈമിറയാണ് കേട്ടോ. കൈമിറ എന്നതാണ് 2024 ക്യാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രം. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരം നേടിയിട്ടുള്ളത് നടി ഷീലയാണ്. ഓക്കെ, ഷീലയ്ക്ക് എന്താ കിട്ടിയത്? സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരമാണ് 2024 ലഭിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ അത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഓക്കെ, മഞ്ഞുമ്മൽ ബോയ്സിന് 200 കോടി ക്ലബിൽ കയറുന്ന മലയാളത്തെ ആദ്യത്തെ സിനിമയായി മാറി. ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളികളാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് MG യൂണിവേഴ്സിറ്റി. ഓക്കെ, MG യൂണിവേഴ്സിറ്റി എന്തിൽ പങ്കെടുക്കുന്നു? ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കെടുക്കുന്നു. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യത്തെ ജില്ല അത് വയനാടാണ്. ഇതേപോലെ തന്നെ മീനങ്ങാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് ആദ്യമായിട്ട് പുറത്തുവിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? അത് വയനാടാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല വയനാടാണ്. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ അധികാരത്തിലിരുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. ഓക്കെ, കാവൽ മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ നിന്ന ആളെന്നുള്ള വിശേഷണവും പിണറായി വിജയനാണുള്ളത്. ടോട്ടൽ 17 ദിവസമാണ് അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് എന്താണ്? ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്നത് പിണറായി വിജയനാണ്. ഇനി ഗഗൻയാൻ ദൗത്യ സംഘത്തിനെ നയിക്കുന്ന മലയാളി അതാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തുന്ന ആദ്യത്തെ മലയാളിയെ ചോദിച്ചാൽ അതാരാണ്? അത് SL നാരായണാണ് കേട്ടോ. SL നാരായണാണ് ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തുന്ന ആദ്യത്തെ മലയാളി. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച AI പ്രൊഫസറുടെ പേരാണ് കൈരളി. ഓക്കെ, കൈരളി എന്താണ്? കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചിട്ടുള്ള AI പ്രൊഫസറാണ്. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായിട്ടുള്ള ഓപ്പോസ് ഡെൽസലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായിട്ടുള്ള ഓപ്പോസ് ഡെൽസലാദോ കീഴടക്കിയിട്ടുള്ള മലയാളി പർവ്വതാരോഹകനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനി അത് ഉമയാണ്. ഉമ എന്താണ്? യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായിട്ട് യൂണിസെഫ് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഷെവലിയ ലീജിയൻ ഡി ഓണർ പുരസ്കാരം നേടുന്ന മലയാളി ശാസ്ത്രജ്ഞയെ ചോദിച്ചാൽ അത് VR ലളിതാംബികയാണ്. ഓക്കെ, VR ലളിതാംബിക മലയാളി ശാസ്ത്രജ്ഞ ഷെവലിയർ ലീജിയൻ ഡി ഓണർ പുരസ്കാരം നേടുന്നു. നമ്മൾ കേരളത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് പറഞ്ഞു. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇന്ത്യയുടെ അപ്പോയിന്റ്മെന്റ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ളത് അത് രാജീവ് കുമാറാണ്. ആൻഡ് ഇലക്ഷൻ കമ്മീഷനിലെ ബാക്കി 2 അംഗങ്ങളുടെ പേരും കൂടി നോക്കി വയ്ക്കുക. ജ്ഞാനേഷ് കുമാറും SN സന്ധു ആണ് കേട്ടോ. ജ്ഞാനേഷ് കുമാർ, SN സന്ധു. ഇനി ദേശീയ ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് അത് അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. അതിന്റെ ചെയർപേഴ്സണാണ് അരവിന്ദ് പനഗരിയ. ഇനി 12ാമത് വിവരാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് അത് ഹരിലാൽ സാമരിയാണ്. ഓക്കെ, ഹരിലാൽ സാമരിയ ദേശീയ വിവരാവകാശ കമ്മീഷനാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ളത് അത് V ഹരിനായർ ആണ്.
കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ നിലവിൽ അത് വിജയഭാരതി സയാനിയാണ്. നമ്മുടെ അരുൺകുമാർ മിശ്ര പോയി മാറി അതിന് പകരം വന്നിട്ടുള്ള ആളാണ് വിജയഭാരതി സയാനി. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് രേഖാ ശർമ്മയാണ്, 8ാമത്തെ വ്യക്തിയാണ് കേട്ടോ. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. പട്ടികജാതി കമ്മീഷൻ ആണെങ്കിൽ കിഷോർ മക്വാനയാണ്. പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് അത് അന്തർ സിംഗ് ആര്യയാണ്. പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യയാണ്. ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് ഹൻസ്രാജ് അഹീറാണ്. ഹൻസ്രാജ് അഹീറാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആകുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? അത് പ്രിയങ്ക കനുങ്കോ ആണ്. പ്രിയങ്ക കനുങ്കോ ആരാണ്? ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ്. കേരളത്തിൻ്റെതാണെങ്കിൽ അത് KV മനോജ് കുമാറാണ്. ഇനി ദേശീയ ഭിന്നശേഷി കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് അത് കമലേഷ് കുമാർ പാണ്ഡെയാണ് കേട്ടോ. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആണെങ്കിൽ അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി UPSCയുടെ ചെയർപേഴ്സൺ ആരായിരുന്നു? അത് പ്രീതി സുധനാണ്. മാറിയിട്ടുള്ളതാണ്, പഠിക്കുക. പ്രീതി സുധൻ UPSC ചെയർപേഴ്സൺ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അത് GC സ്വപ്നിൽ കുസാലെ, അദ്ദേഹത്തിന് ബ്രോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. മെൻസ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിങ്ങിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 ഷൂട്ടിംഗ് വന്നിട്ടുണ്ട്, 3നും കിട്ടിയിട്ടുള്ളത് ബ്രോൺസ് ആണ്. ടീം ഇന്ത്യക്ക് മെൻസ് ഹോക്കിയിൽ ബ്രോൺസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അമൻ ഷെഖാവത്തിന് ബ്രോൺസ് കിട്ടുന്നത് മെൻസ് 57 kg ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് ആണ്. പേരൊക്കെ ഓർത്തിരിക്കുക, റെസ്ലിംഗ് താരമാണ് അമൻ ഷെഖാവത്ത് കേട്ടോ. ഇനി നീരജ് ചോപ്ര പഠിക്കേണ്ട ആവശ്യമില്ല, ജാവലിൻ ത്രോ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സിൽവർ മെഡലാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായത്. ഇനി നീരജ് ചോപ്രയെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായിട്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന 3ാമത്തെ വ്യക്തിയാണ് നീരജ് ചോപ്ര. ആദ്യമായിട്ട് അങ്ങനെ നേടിയിട്ടുള്ളത് അത് സുശീൽ കുമാർ ആയിരുന്നു. 2008ലും 2012ലും നേടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നത് PV സിന്ധു ആണ്. 16ലും 20ലും ലഭിച്ചു. നീരജ് ചോപ്രയ്ക്ക് 2020ലും 2024ലുമാണ് തുടർച്ചയായിട്ട് കിട്ടുന്നത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇദ്ദേഹം എറിഞ്ഞിട്ടുണ്ടായിരുന്നത് 87.58 മീറ്റർ ആണ്. ഓർത്തിരിക്കണേ, എത്രയാണ്? 87.58 മീറ്റർ ആണ് ഇദ്ദേഹം എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് പാകിസ്ഥാൻ താരമായിരുന്നു, അർഷാദ് നദീമാണ് കേട്ടോ. അർഷാദ് നദീം പാകിസ്ഥാൻ താരമാണ്. പാകിസ്ഥാന്റെ ആദ്യത്തെ വ്യക്തിഗത മെഡൽ കൂടിയാണ് ഈ ഒരു അർഷാദ് നദീം നേടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നറിയാം. ബാക്കിയുള്ള നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം തന്നെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാപ്പി ലേണിംഗ്.